ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് ലേണിംഗ് ഹബ്ബ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA സോഷ്യോളജി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ BA സോഷ്യോളജി ഫസ്റ്റ് ഇയർ രണ്ടാമത്തെ പേപ്പറായിട്ടുള്ള റൂറൽ സോഷ്യോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. റൂറൽ എക്കോണമി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊളോണിയൽ പീരീഡിന് മുമ്പും ശേഷമുള്ള ഇന്ത്യയിലെ ഗ്രാമീണ സാമ്പത്തിക സ്ഥിതിയായും, പിന്നെ അതുപോലെ തന്നെ രാജ്മണി സിസ്റ്റം, പിന്നെ അതുപോലെ നമ്മുടെ ഹരിത വിപ്ലവം, പിന്നെ ഭൂപരിഷ്കരണ നയങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാന സ്രോതസ്സ് എന്നുള്ളത് നമ്മുടെ കൃഷിയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. നമ്മുടെ ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് പറയുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറയുന്നത് വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ സ്ഥാപനമാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും വില്ലേജ് മുഖേന. പിന്നെ അതുപോലെ തന്നെ ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചറാണ് അടുത്തത്. അതായത് നമ്മളെ ജനങ്ങളെല്ലാവരും തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ളവരായിരിക്കും. പിന്നെ ജനങ്ങളുടെ ജീവിത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസവും അന്ധവിശ്വാസങ്ങൾക്കും പിന്നെ കുറേ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ക്രമപ്പെടുത്തിയിട്ടായിരിക്കും. പിന്നെ ജനസാന്ദ്രതയാണ് അടുത്ത കാര്യം എന്നുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസാന്ദ്രത കണക്കാക്കുക എന്നുള്ളത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കുന്നത്. പിന്നെ എംപ്ലോയ്മെൻ്റാണ്, ജോലിയാണ്. റൂറൽ ഏരിയയിൽ എന്ന് വെച്ചാൽ ഗ്രാമവാസികളിൽ അധികവും ജോലിയില്ലാത്തവരായിരിക്കും. പിന്നെ ഉണ്ടാവുക ചിലർ അൺഎംപ്ലോയ്മെൻ്റ് ആകാനും അൺഎംപ്ലോയ്മെൻറ്റും അണ്ടർ എംപ്ലോയ്മെൻറ്റും ഉണ്ടാവും. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം എല്ലാം ഉണ്ടാവും, പക്ഷെ നമുക്ക് യോജിച്ചൊരു ജോലി ലഭിക്കുന്നില്ല. എന്നാൽ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇതിന് തന്നെ ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഈ അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയുണ്ട്, പക്ഷേ അതിൽ നിന്നിട്ട് വരുമാനം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു തുകയായിരിക്കും നമുക്ക് ലഭിക്കുക. അതായത് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് ലഭിക്കാത്ത ഇരിക്കും അതിൽ നിന്നുണ്ടാവുക. പിന്നെ അടുത്തതായിട്ട് പറയുന്ന പോവർട്ടിയാണ്, ദാരിദ്ര്യമാണ്. നമ്മുടെ 2011-12 കാലത്തെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 22 കോടി ജനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ ദാരിദ്ര്യരേഖ താഴെയാണെന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടബാധ്യതയാണ് പറയുന്നത്. കടബാധ്യത ഇതിനെ പറ്റിയിട്ട് സർ മാൽക്കം ഡാർലിംഗ് എന്നുള്ള ബ്രിട്ടീഷ് നോവലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കർഷകന് കടത്തിലായി ജനിച്ചുകൊണ്ട് കടത്തിലായി ജീവിച്ച് കടത്തിലായി തന്നെ മരണപ്പെടുന്നു എന്നാണ്. അദ്ദേഹം ഇവിടെ ഈ ലോകത്ത് ബാക്കി വെച്ച് പോകുക വെറും കടങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അടുത്തത് റൂറൽ ഇൻകമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ടും കൃഷി രീതിയിൽ നിന്നാണ് ഒരു ഗ്രാമീണ സമ്പദ്സ്ഥിതിയുടെ പ്രധാന സ്രോതസ്സായി കണക്കുന്നത്. പിന്നെ ഡിപ്പെൻഡൻസിയാണ്. റൂറൽ ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ ഏരിയയെ അപേക്ഷിച്ചിട്ട് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യം മറ്റൊരു ആളെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അടുത്തത് ഡുവലീസാണ്, ദ്വയാർത്ഥങ്ങളാണ് ഉണ്ടാവുക. പിന്നെ അടുത്തത് വെച്ചാൽ ഇനീക്വാലിറ്റി നന്നായി ഉണ്ടാവും. നമ്മുടെ ജാതി വ്യവസ്ഥയുടെയും വർണ്ണങ്ങളുടെയും പൊളിറ്റിക്കലെയും പിന്നെ സാമ്പത്തികമായിട്ട് അങ്ങനെയുള്ള വിവിധ ഗ്രേഡിങ്ങുകൾ നൽകിയിട്ട് അസമത്വങ്ങളും ഉണ്ടാവും. പിന്നെ മൈഗ്രേഷനാണ് അടുത്ത ഫീച്ചറായി പറയുന്നത്. മൈഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂറൽ ഏരിയയിൽ ജോലികൾ വളരെ കുറവായതുകൊണ്ട് തന്നെ റൂറൽ ഏരിയയിലുള്ളവരെല്ലാം അർബനൈസ് ചെയ്ത് പോവുകയാണ്, അതായത് നഗരവൽക്കരിക്കപ്പെടുകയാണ് ജോലി സാധ്യതയും മറ്റും തേടിപ്പോയിക്കൊണ്ട്. ഇതിന് നമ്മളെ ഷൂമാക്കർ പറഞ്ഞിട്ടുള്ള ഡബിൾ പോയ്സണിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള കൊളോണിയൽ ഭരണത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്ക് വളരെയധികം നല്ലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു സാമ്പത്തികപരമായിട്ട് തന്നെ. ആദ്യകാലങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു നമ്മുടെ പ്രധാന സ്രോതസ്സായിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ രീതിയിലുള്ള കൃഷിയിടങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യലോടുകൂടി നമ്മുടെ കൃഷി രീതികൾ നന്നായി പരിപോഷിക്കുകയും മറ്റും ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലുള്ള ഇവിടെയുള്ള സാധനങ്ങളെ നമുക്ക് എന്തായി മറ്റു പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ, കയറ്റുമതി ചെയ്യാൻ നമുക്ക് നന്നായി സാധിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു സാമ്പത്തിക സ്ഥിതിയുടെ ഇത് പറയുകയാണെങ്കിൽ ട്രേഡായിരുന്നു, കച്ചവടമായിരുന്നു. അത് നമ്മുടെ പേർഷ്യയിൽ നിന്നും അറേബ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്ന് ചൈന പിന്നെ അതുപോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടേക്കും
വ്യാപാരങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരകൗശല തൊഴിലുകളും കൈത്തൊഴിലുകളായിരുന്നു അടുത്ത സാമ്പത്തിക സ്ഥിതിയുടെ പ്രധാനമായിട്ട് പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ എന്താണ് ടെക്സ്റ്റൈൽ ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ വെപ്പൺസ്, ആയുധങ്ങൾ, അതെല്ലാം ഇതിൽ ഉൾക്കൊണ്ടിരുന്നു. പിന്നെ അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്ഥലങ്ങളാണ് പറയുന്നത്, ഫാക്ടറീസും കാര്യങ്ങളൊക്കെ അല്ലേ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ മഹാരാഷ്ട്ര, ബംഗാൾ, ആന്ധ്ര ഇവിടങ്ങളിലൊക്കെ എന്താ കപ്പൽ നിർമ്മാണശാലകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രീ കൊളോണിയൽ എക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്കുകളാണ് നമ്മൾ പറയുന്നത്. അന്നുണ്ടായിരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ഫേവറബിൾ ബാലൻസ് ഒറാക്കിൾ എന്നാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതിലേറെ എക്സസൈസ് കൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇവിടെയുള്ള കാർഷിക വിളകളും മറ്റുമൊക്കെ നമുക്ക് പുറം രാജ്യങ്ങളിലേക്ക് നന്നായി കയറ്റുമതി ചെയ്യാൻ സാധിച്ചിരുന്നു. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള മിച്ചമായിരുന്നു ഇതെല്ലാം. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഫോറിൻ ട്രേഡുകൾ കൊണ്ടുകൂടെ നമുക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ റൂറൽ എക്കോണമി ഓഫ് ഇന്ത്യ. അതായത് കൊളോണിയൽ ഭരണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ 1947 മുതൽ 1980 വരെയുള്ള കാലഘട്ടമാണ് ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഈ പോസ്റ്റ് കൊളോണിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അർത്ഥമാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കൊളോണിയലിസത്തിൻ്റെയും ആൻറ്റി കൊളോണിയലിസത്തിൻ്റെയും ഇടയിലുള്ള കോളനിവൽക്കരണത്തിൻ്റെയും അതിനെതിരായിട്ടുള്ളൊരു പഠന ശാഖയായിട്ടാണ് പോസ്റ്റ് കൊളോണിയൽ എന്നുള്ളതിനെ അർത്ഥമാക്കുന്നത്. ഈ പോസ്റ്റ് കൊളോണിയൽ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടു ഡിസ്ക്രൈബ് ദ അനലൈസിസ് ഓഫ് ദ കണ്ടംപററി എറ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. നമ്മുടെ രാജ്യാന്തരമായിട്ടുള്ള ബന്ധങ്ങളുമായിട്ടുള്ള ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കിയാണ്ടുള്ള അനലൈസ് ചെയ്യാൻ, അതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് കൊളോണിയൽ എന്നുള്ളത് ഉപയോഗിച്ച് പോരുന്നത്. പിന്നെ എക്കണോമി എന്നുള്ളത് നമ്മൾ പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രൊഡക്ഷന്, ഡെലിവറി ആൻഡ് യൂസ് ഓഫ് ആക്ച്വൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മൾ ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ സപ്ലൈ, അതുപോലെ തന്നെ അതിൽ നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചു, അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം സർവീസ് യൂസ് ചെയ്തു എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു എക്കോണമി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി റൂറൽ എക്കോണമിയാണ് പറയുന്നത്. പിന്നെ റൂറൽ എക്കോണമി ഗ്രാമീണപരമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. റൂറൽ എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലം മുതൽ തന്നെ നമ്മൾ ഈ കുടിൽ വ്യവസായങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് റൂറൽ എക്കോണമിയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ട്രഡീഷണൽ റൂറൽ എക്കോണമിയിൽ വരുമ്പോൾ നമ്മുടെ കൃഷിയായിരുന്നു പ്രധാന സ്രോതസ്സായിട്ടുണ്ടായിരുന്നത്. 1981 ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വസിക്കുന്നതിൽ 76% ആളുകളും വില്ലേജുകളായിരുന്നു, അതായത് ഗ്രാമങ്ങളായിരുന്നു ജീവിച്ചിരുന്നത്. അതിൽ തന്നെ 63% ആളുകൾ ഈ കൃഷിയുമായി എന്തെങ്കിലും ബന്ധമുള്ളവരായിരുന്നു. അവരുടെ ജീവിത രീതികൾക്കും മറ്റുമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കർഷകരായിക്കൊണ്ട് വർക്ക് ചെയ്തിരുന്നവർ നമ്മുടെ വർക്കിംഗ് പീപ്പിളിൻ്റെ, അതായത് ജോലിയുള്ളവരിൽ 60% ആളുകളും എന്തായിരുന്നു, കർഷകരായിരുന്നു, കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ സർവേയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ആൻഷ്യൻ പീരീഡിലെ കാര്യങ്ങളാണ് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതലാണ് ഈ ആൻഷ്യൻ പീരീഡിൻ്റെ ഇത് നമ്മൾ കണക്കാക്കുന്നത്. അത് 2600 BC മുതൽ 1500 BC വരെയാണ് അതിൻ്റെ കാലഘട്ടം എന്നുള്ളത്. ഈ അന്നത്തെ ഗ്രാമീണ ജീവിത രീതി എന്നുള്ള പ്ലഫ് കൾട്ടിവേഷൻ ആയിരുന്നു, അതായത് ഉഴുതുകാണ്ടുള്ള കൾട്ടിവേഷൻ അന്ന് ഉണ്ടായിരുന്നു. പിന്നെ പാസ്റ്ററൽ എക്കോണമിയാണ് അടുത്തായിട്ട് പറയുന്നത്. ആ പാസ്റ്ററൽ എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഷ്യൻ പീരീഡിൽ ഉണ്ടായ ഒരു ഇതാണ് പാസ്റ്ററൽ എക്കോണമി എന്നുള്ളത്. അതായത് നമ്മൾ ഈ പാസ്റ്ററൽ എക്കോണമി പീരീഡ് വരുന്നത് ഋഗ്വേദത്തിന് ആ പീരീഡാണ് വരുന്നത്, 1500 BC മുതൽ 1000 BC വരെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടോടി ജീവിതവും അതുപോലെ തന്നെ ഈ മൃഗങ്ങളെ മേയിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ ആയിരുന്നു ഈ ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചിരുന്നത്. അവരുടെ പ്രധാന തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കന്നുകാലികളെ വളർത്തുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേതാണ് അഗ്രികൾച്ചറൽ എക്കോണമി എന്നുള്ളത്. ഇത് വേദിക് പീരീഡിൻ്റെ മറ്റൊരു കാലത്താണ് ഈ അഗ്രികൾച്ചറൽ എക്കോണമി വരുന്നത്. 1000 BC മുതൽ 600 BC വരെയാണ് ഇതുള്ളത്. പിന്നെ
ഈ സമയത്താണ് നമ്മുടെ ജോലിക്കാരെല്ലാവരും അവരുടെ വർഗത്തിനും വർണ്ണത്തിനും അനുസരിച്ചുകൊണ്ട് തരംതിരിക്കപ്പെട്ടത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇവർക്കൊക്കെല്ലാം ഇങ്ങനെ വർണ്ണവിവേചനം നേരിടേണ്ടി വന്ന ഈ സമയത്താണ് നമ്മളെ ജാജ്മനി സിസ്റ്റം എന്നുള്ള ആ സിസ്റ്റം ഉടലെടുത്ത് വന്നത്. അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് വരുന്നതാണ്. ഇനി ഇൻട്രൊഡക്ഷൻ ഓഫ് അയൺ ആണ് വരുന്നത്. അതായത് ഇരുമ്പിൻ്റെ ഉപയോഗം നമ്മുടെ കൃഷി രീതിയിലൊക്കെ ഇരുമ്പിനെ ഉപയോഗിക്കുന്ന ബുദ്ധൻ്റെ ടൈമിലാണ്. അത് 600 BC മുതൽ 302 BC വരെയായിരുന്നു അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്ന അഗ്രികൾച്ചർ ആൻഡ് സ്റ്റേറ്റ് ആണ് ഇന്ന്. ഇതെന്ന് വെച്ചാൽ 302 BC മുതൽ 200 BC വരെയാണ് ഇതിൻ്റെ കാലഘട്ടം എന്നുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് അതോറിറ്റി ഒരു വലിയ രീതിയിലുള്ള ഫാമുകൾ ഉണ്ടാക്കുകയും അതിൽ നമ്മുടെ ഈ കീഴ്ജാതിക്കാരെ ജോലിക്ക് വെക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവരും ഈ സ്റ്റേറ്റും തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തിരുന്നു ഈ അഗ്രികൾച്ചറും സ്റ്റേറ്റ് എന്നതിലൂടെ. അവരെ നല്ല ഫിനാൻഷ്യലി നല്ല സപ്പോർട്ടും മറ്റും നൽകിയിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഫ്യൂഡൽ റിലേഷൻഷിപ്പാണ്. അതായത് ജന്മിമാരുടെ ഇതായിരുന്നു അടുത്തതായിട്ട് വരുന്നത്. അത് വെച്ചാൽ നമ്മളെ ഗുപ്തൻ്റെ കാലഘട്ടത്തിലായിരുന്നു 1300 AD മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സമയത്ത് നമ്മുടെ ജാജ്മനി സിസ്റ്റത്തിന് രാജാക്കന്മാരും മറ്റുമൊക്കെ നന്നായി ശക്തിപ്പെടുത്തിയിരുന്നു. അത് അവരോട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ആർട്ടിഷനോട് അവൻ്റെ വർക്കുകൾ ചെയ്യാനും അങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ളതിൽ എൻകറേജ് ചെയ്തിരുന്നു. ഇപ്പം ആൻഷ്യൻ പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ മെഡീവൽ പീരീഡാണ്. ഓക്കെ, ഈ മെഡീവൽ പീരീഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൃഷി രീതിയും അതിൻ്റെ കൂടെ തന്നെ ലോക്കൽ കോട്ടൺസ്, അതായത് പ്രാദേശികമായിട്ടുള്ള നമ്മുടെ പരുത്തി ഉൽപ്പാദനങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു ഈ സമയത്തുണ്ടായിരുന്നത്. ജനങ്ങൾ വില്ലേജ് ഗ്രാമത്തിൽ വസിക്കുന്നവരൊക്കെ ചെറിയ രീതിയിൽ മാത്രമേ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങേണ്ടി വന്നിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവരവരുടേതായിട്ട് തന്നെ ഉണ്ടാക്കിയിരുന്നു. ഈ സമയത്താണ് നമ്മളെ നമ്മളെ വ്യത്യസ്ത രീതിയിലുള്ള കൃഷി രീതികളുണ്ടായിരുന്നു. പിന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, കരകൗശല വസ്തുക്കളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ട്രേഡുകളുണ്ടായിരുന്നു. ട്രേഡുകളിന് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ബാഞ്ചറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. നമ്മൾ ഇങ്ങനെ ബ്രോഡായിട്ട് പറഞ്ഞു പോവുകയാണ്. പിന്നെ ക്ലാസ്സുകളാക്കി തിരിച്ചിരുന്നു. അതായത് ഓരോ വിഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു. ആ വിഭാഗങ്ങൾ ഓരോ രാജാക്കന്മാരുടെ കാലത്ത് ഓരോ വിഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ടിട്ടുള്ളത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ക്യാഷ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. മറ്റു അരിയും മറ്റു ധാന്യങ്ങൾ പകരം നൽകുന്നതിന് പകരം നമ്മൾ ക്യാഷായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഈ സമയത്ത്. പിന്നെ വ്യത്യസ്ത ആയിട്ടുള്ള ടാക്സുകൾ, നികുതികൾ പിരിച്ചിരുന്നു. ശരി, ചേരായി എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരും നോക്കുന്നത്. പിന്നെ അടുത്തത് ഇനി കൊളോണിയൽ സമയത്തുള്ള ഗ്രാമീണ വ്യവസ്ഥയാണ് പറയുന്നത്. അത് ജമീന്ദാരി, റോയത്തുകാരി, മഹൽവാരി എന്നിങ്ങനെ 3 രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഡീഇൻഡസ്ട്രിയലൈസേഷൻ യന്ത്രവൽകൃതമാവുകയാണ് ഈ സമയത്ത് നമ്മുടെ. അതുപോലെ തന്നെ അതുമൂലം ഒരുപാട് ആളുകൾക്ക് അവരുടെ ജോലിയും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനുള്ളത് ന്യൂ ലാൻഡ് റവന്യൂ പോളിസിയാണ്. അതായത് പുതിയ ഭൂനയ പരിഷ്കരണങ്ങളാണ് ഇനി പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് പറയുന്നത് പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആണ്. അതായത് ഒരു ജമീന്ദാറിന്, ഒരു ലാൻഡ് ലോഡിന് ഒരു സ്ഥലം നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിൻ്റേതായിട്ട് പതിച്ചു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ അടുത്ത റോയത്തുവാരി സെറ്റിൽമെൻ്റ് ഉള്ളത്. റോയത്തുവാരിയിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരാണോ കൃഷി ചെയ്യുന്നത് ആ കൃഷിക്കാരനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ ലാൻഡിൻ്റെ ഓണറായിട്ട് പിന്നീട് ഉണ്ടായിരുന്നത്. എന്നാൽ മഹൽവാരിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ലാൻഡ് ഓണർ അല്ലെങ്കിൽ ആ ലാൻഡ് ഓണറുടെ ഫാമിലി, ഇവരെ ആരെങ്കിലുമൊക്കെ ഈ 3-4 ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിൻ്റെ മേധാവിത്വം ഉണ്ടാവുക. എന്നിട്ട് അതിൽ ബാക്കിയുള്ളവരെ ജോലി എടുപ്പിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്.
ഇതിൻ്റെ കോൺസിക്വൻസസ് ആണ് ഇനി അടുത്ത് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളെ റവന്യൂ നികുതികളും മറ്റൊക്കെ ഗവൺമെൻറ് നൽകുന്നതിനോട്ട് പലരും വിമുഖത കാണിച്ചു എന്നറിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇൻഫ്യൂഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം പറയുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മളെ ഭൂവുടമക്ക് അവരുടേതായിട്ടുള്ള ഈ ഭൂമിക്ക് വേണ്ട റെൻറ്റും വാടകകളും മറ്റുമൊക്കെ പിരിക്കാനുള്ള അവകാശങ്ങളും ഇതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി കൃഷി ഒരു വാണിജ്യവൽക്കരിക്കലാണ് ഞാൻ അടുത്ത് പറയുന്നത്. കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പവറായിട്ടാണ് ഇത് പറയുന്നത്, എഫക്റ്റായിട്ടാണ് പറയുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷിലേക്ക് നമ്മളെ ക്രോപ്പിന് പകരമായിട്ട് ക്യാഷ് എന്നുള്ള മോഡിലേക്ക് മാറി. ഓക്കെ, പക്ഷേ ചിലർ പറഞ്ഞിട്ടുണ്ട് കൊമേഴ്സ്യലൈസ് ചെയ്യാൽ ഈ വാണിജ്യവൽക്കരിക്കുക എന്നുള്ളത് ഈ പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ചോളം അവർക്ക് അടിച്ചേൽപ്പിക്കലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത റൂറൽ എക്കോണമി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. നമ്മളെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള റൂറൽ എക്കോണമിയെ പറ്റിയിട്ടാണ്, ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയെ പറ്റിയിട്ടാണ് അടുത്തായിട്ട് പറയാനുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലാൻഡ് റിഫോംസുകൾ, ഭൂപരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് വന്ന ചേഞ്ചുകളാണ് ഇനി പറയുന്നത്. നമ്മുടെ കൃഷി രീതിയിൽ വന്ന മാറ്റങ്ങളാണ് ആദ്യം പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ജമീന്ദാരി സിസ്റ്റത്തെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ടെനൻസിൻ്റെ അടുത്ത് നിന്ന് അവരുടെ പട്ടയങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ നൽകേണ്ട റെൻറ്റ്, വാടകകളും മറ്റുമൊക്കെ റെഡ്യൂസ് ചെയ്തു, കുറച്ച് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ട് ആരടുത്ത് ഭൂമിയുണ്ടോ അതെല്ലാം ഗവൺമെൻറ്റിന് തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ ഭൂമി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വിഹിതം നൽകണം എന്നുള്ള അമെൻമെൻറ്റും മറ്റുമൊക്കെ വന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റുകളാണ് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള നാടോടികൾ, കുടിയാന്മാർക്കൊക്കെ, പട്ടയക്കാർക്കൊക്കെ ഓലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല ഭൂമിയെ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് നല്ല ഫോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ രാജ്യത്തെ ഏകദേശം 277ഓളം ഭൂമിപരമായിട്ടുള്ള നിയമങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഭേദഗതി ചെയ്യുന്നതുമാണ് എന്നാണ് പറയുന്നത്. ഇനി എക്കണോമിക്സ് ആൻഡ് പോളിറ്റിയാണ് പറയുന്നത്. ഇത് പറയുന്നത് വെച്ചാൽ 1965 മുതൽ 80 വരെ നമ്മൾ രാജ്യം സാക്ഷ്യം വഹിച്ച ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ആ സമയത്താണ് നമ്മളെ 5 ഇയർ പ്ലാനും മറ്റു HYCടുകളും മറ്റുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഈൽഡ് ക്രോപ്സിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചതോടുകൂടി ഈ ചെറുകിട കർഷകർക്കൊന്നും ഇതിനെ താങ്ങാൻ കഴിയാതെയും അതിനെ അവർക്ക് നേടിയെടുക്കാൻ കഴിയാതെയും എല്ലാവർക്കും ബെനഫിറ്റ് ആവുന്ന രീതിയിലായിരുന്നില്ല ഇതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇനി ക്ലാസ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഹരിത വിപ്ലവത്തോടു കൂടെ തന്നെ നമ്മുടെ അഗ്രികൾച്ചറിൽ, കൃഷി രീതിയിലും മേൽക്കോയ്മ വന്നു എന്നാണ് പറയുന്നത്. അതായത് മേൽജാതി, അതായത് പൈസ ഉള്ളവർ പൈസ ഇല്ലാത്തവർ എന്നുള്ളൊരു രീതിയിലേക്ക് ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ മാർക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. പഞ്ചാബിൽ 10% ആളുകളായിരുന്നു വെറും കർഷകരായിട്ട്. 10% അടുത്ത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന 68% ട്രാക്ടറും മറ്റു നമുക്ക് വേണ്ട അവശ്യ സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനെല്ലാം ചെറുക്കാൻ വേണ്ടിയിട്ടാണ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ, അവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. 1952 CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് വരുന്നത്. പിന്നെ ഒരുപാട്
പ്രൊജക്റ്റുകളും മറ്റുമൊക്കെ വരുന്നുണ്ട്. അവരുടെ 1970 അതിൻ്റെ റിസൾട്ട് എന്തായി, അതിൻ്റെ സ്ലോഗണ് അതിൻ്റെ മുദ്രാവാക്യം ഇങ്ങനെയായി മാറി: ഡെവലപ്മെൻറ്റ് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യ നീതിയോട് കൂടിയിട്ട് വേണം നമ്മുടെ ഓരോ പുരോഗതികളും എന്ന നിലയിലേക്ക് മാറി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇതുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവരെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നത് ജാജ് മണി സിസ്റ്റമാണ്. ജാജ് മണി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ധാന്യങ്ങൾക്കോ മറ്റ് സാധനങ്ങൾക്കോ പകരമായി കൊണ്ട് താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാർക്കായി വിവിധ ജോലികൾ ചെയ്യുക. ഇതിനാണ് ജാജ് മണി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കീഴ്ജാതിക്കാരനും മേൽജാതിക്കാരനും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക ഒരു ഫാമിലിയിൽ നിന്ന് മറ്റൊരു ഫാമിലിയിലേക്ക്. പിന്നെ അങ്ങനെയുള്ള സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സതാവാഹനാസ് എന്നുള്ളവരാണ് ആദ്യമായിട്ട് ഭൂമികൾ നൽകാൻ വേണ്ടിയിട്ട് ഇതായത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഗുപ്ത ഡൈനാസ്റ്റിയിലാണ് ഈ ജാജ് മണി സിസ്റ്റം വളരെയധികം ഫെമിലിയർ ആവുന്നത്. ഓക്കെ, നമ്മളെ ജാജ് മണി സിസ്റ്റത്തിന് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ട്രഡീഷണൽ വർക്ക് റെസ്പോൺസിബിൾ. ദ കാസ്റ്റ് സിസ്റ്റം ഇൻ റൂറൽ ഇന്ത്യ ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഇറ്റ് കറൻ്റ്ലി ഫോംസ് എ ക്രൂഷ്യൽ പാർട്ട് ഇൻ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ. ഓക്കെ, നമ്മളെ ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥയും ഈ ജാജ് മണി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് നമ്മളെ സാമ്പത്തിക ഘടനയിൽ വളരെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം താഴ്ന്ന ജാതിക്കാരെ ഉയർന്ന ജാതിക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും മറ്റൊക്കെ അനുവദിക്കുന്നുണ്ട്. അതുമൂലം തന്നെ ഈ നീണ്ട കാലത്തെ ബന്ധങ്ങളാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജാജ് മണി സിസ്റ്റത്തിലൂടെ ചെറിയ കീഴ്ജാതിക്കാർക്കും മേൽജാതിക്കാരുടെ അടുത്തു നിന്നുള്ള ഫുഡ്, അതുപോലെയുള്ള അവരുടെ ഭക്ഷണ കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഹിന്ദിയിലാണ് ഈ ജാജ് മണി എന്നുള്ളത്. എന്നാൽ മഹാരാഷ്ട്രയിൽ ഇവരെ അറിയപ്പെടുക ബാലുതേദാർ എന്നുള്ള പേരിലാണ്. ഇനി ഡെഫിനിഷനുകൾ പറയുന്നുണ്ട്. അതായത് പ്രജയും യജമാനവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? SS റെഡ്ഡി എന്നവർ ഇതിനെ പറഞ്ഞിട്ടുള്ളത്. ഈ കാമിൻസിൻ്റെ മറ്റൊരു പേരാണ് പ്രജയുടെ മറ്റൊരു പേരാണ് കാമിൻസ് എന്നുള്ളത്. ഓക്കെ, ഇനി അങ്ങോട്ട് കാമിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അതായത് പ്രജകൾ എന്നാണ് അർത്ഥം. അതായത് മുതലാളിമാരല്ലാത്തവരൊക്കെ കീഴ്ജാതിക്കാരൊക്കെ പ്രജകളായിട്ടാണ് കണക്കാക്കി വരുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജുകളാണ് പറയുന്നത്. ഇതുകൊണ്ടുണ്ടായ ബെനിഫിറ്റുകളാണ് പറയുന്നത്. ഇവർക്ക് സെക്യൂരിറ്റി ഓഫ് ഒക്യുപ്പേഷൻ, അതായത് ഇവരുടെ ജോലി എന്നുള്ളത് എന്തായിരുന്നു? ഒരു സ്ഥിരമായതും അവർക്ക് നല്ല സുരക്ഷിതമായിരുന്നു കീഴ്ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എക്കണോമിക് സെക്യൂരിറ്റി, സാമ്പത്തിക ഭദ്രത നൽകിയിരുന്നു. അതായത് അവർക്ക് കാമിൻസിന് അവർ വേണ്ട ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകിയിരുന്നു. പിന്നെ സാമ്പത്തിക ഭദ്രതയും മറ്റുമൊക്കെ ഉറപ്പുവരുത്തിയിരുന്നു. പിന്നെ ഈ മുതലാളിമാരും തൊഴിലാളിമാരും തമ്മിലുള്ള, അതായത് മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും തമ്മിൽ നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെ അതുപോലെ നല്ല സമാധാന ജീവിതം നയിക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, സ്വാർത്ഥ താല്പര്യങ്ങൾ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഫീലിംഗ് ഓഫ് സുപ്പീരിയോറിറ്റി ആൻഡ് ഇൻഫീരിയോറിറ്റി, അതായത് മേൽജാതിക്കാരൻ കീഴ്ജാതിക്കാരൻ എന്നുള്ളൊരു ഫീലിംഗ് അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. പിന്നെ ഇംപെഡിമെൻറ്റ് ടു ഒക്യുപ്പേഷണൽ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി, തൊഴിൽപരവും സാമൂഹികപരമായിട്ടുള്ള ചലനങ്ങൾക്ക് തടസ്സം നിന്നിരുന്നു. പിന്നെ ഇത് കാസ്റ്റ് സിസ്റ്റത്താൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷനുകളൊക്കെ അതിലൊക്കെ എഫക്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ സാമൂഹിക പരിഷ്കരണങ്ങൾ നടത്തുന്നതിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി
ഇതിൻ്റെ റോളും ഫങ്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താഴെ പറയുന്നുണ്ടല്ലോ അതുപോലെ ഈ ജാജ് മണി സിസ്റ്റത്തിൻ്റെ ആ ടൈമിൽ നൽകുന്നുണ്ടാവുക. അതായത് ഒരു വിളവെടുക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിന് 15 കിലോ ഇതായിട്ട് ഒരാൾക്ക് 15 കിലോ നിലക്ക് ഭക്ഷണം നൽകേണ്ടി വരും, ധാന്യം നൽകേണ്ടി വരും ഒരു വിളവെടുപ്പിൻ്റെ സമയത്ത്. അതിൽ തന്നെ ജജ്മാന് വീവറിന് കിട്ടുക അതിൻ്റെ ഒരു 15 കിലോവും പിന്നെ അതിൻ്റെ കൂടെ 20 രൂപയാണ് ഒരു മാസത്തിന് 20 രൂപ നിലനിൽക്കുക ഉണ്ടാവുക. എന്നാൽ ഈ പോട്ടറിനും അതേപോലെ ബാർബർ എന്ന കീഴ്ജാതിക്കാരൊക്കെ കിട്ടുക 8 കിലോത്തോളം ധാന്യങ്ങളാണ് കിട്ടുക. അങ്ങനെ എല്ലാവർക്കുള്ള ഒരു സുരക്ഷിതത്വം ഇത് ഉറപ്പുവരുത്തിയിരുന്നു. ഓക്കെ, പിന്നെ ഇത് നല്ല റിലേഷൻഷിപ്പ് യജമാൻ്റെയും കാമിൻ്റെ ഇടയിൽ, അതായത് മുതലാളിയുടെയും തൊഴിലാളിയുടെയും ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോങ് ടേം ആയിരിക്കും നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്നുണ്ടായിരുന്നു. അവർക്കിടയിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കിയിരുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ട് നോക്കേണ്ട ചേഞ്ചിങ് ആസ്പെക്റ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് സിസ്റ്റം, ഇതിൻ്റെ ആസ്പെക്റ്റുകൾ വശങ്ങൾ മാറിയതിനെ പറ്റിയിട്ടാണ് ഇനി നോക്കേണ്ടത്. ഇതാണ് പ്രധാനമായിട്ട് ഈ പാഠത്തിൽ നോക്കേണ്ടത്. അതിൽ ഈ ജഡ്ജ് മണി സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് പ്രധാനമായിട്ടുള്ളത്, അതിൽ നമ്മൾ ഈ പ്രധാനമായിട്ടുള്ളതാണ് ഈ മാർക്ക് ചെയ്ത് ഈ ടേബിളിൽ, അതായത് മോഡേണൈസേഷൻ ആധുനികവൽക്കരണം, പിന്നെ മോഡേൺ എഡ്യൂക്കേഷൻ ആധുനിക വിദ്യാഭ്യാസ രീതികൾ, അർബണൈസേഷൻ നമ്മുടെ നഗരവൽക്കരണം, പിന്നെ നമ്മുടെ കേസ്റ്റ് സിസ്റ്റത്തിലുള്ള ജാതി വ്യവസ്ഥയിലുള്ള മാറ്റങ്ങൾ, പിന്നെ അതേമാതിരി വെസ്റ്റേൺ കൾച്ചറുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നത്, പിന്നെ നമ്മുടെ ഫുള്ള് യന്ത്രവൽക്കരണം മറ്റുമൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിലൊക്കെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഗ്രീൻ റവല്യൂഷനെ പറ്റിയിട്ടാണ്, അതായത് ഹരിത വിപ്ലവത്തെ പറ്റിയിട്ടാണ് ഇനി അടുത്തായിട്ട് പറയാനുള്ളത്. ഗ്രീൻ റവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ കൃഷി രീതികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഉൽപ്പാദനം നൽകുന്ന വിത്തുകളെയും മറ്റ് ട്രാക്ടറുകൾ അതുപോലെയുള്ള ഒരുപാട് കൃഷിയിൽ ഒരുപാട് മെഷീനറികളും മറ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനൊക്കെ അവതരിപ്പിച്ചൊരു കാലഘട്ടമാണ് ഈ നമ്മളെ ഗ്രീൻ റവല്യൂഷൻ്റെ സമയം എന്നുള്ളത്. ഇതിൻ്റെ ഇന്ത്യയിലുള്ള പിതാവായിട്ട് കണക്കാക്കുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നുള്ളവരാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഒന്ന് നോക്കുക. അദ്ദേഹം തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ 1925 ജനിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയറും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതിലുണ്ട് നമ്മളെ ഇറിഗേഷൻ സിസ്റ്റം, ട്രാക്ടർ, HYV സീഡ്, യീൽഡിങ് വെറൈറ്റി സീഡുകൾ, പിന്നെ അതേമാതിരി ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം ഒരു അവതരിപ്പിച്ചൊരു കാലഘട്ടമാണ് ഈ ഗ്രീൻ റവല്യൂഷൻ്റെ കാലഘട്ടം എന്നുള്ളത്. നമ്മളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അതുപോലെ മെക്സിക്കോയിലുമാണ് ഇത് ആദ്യമായിട്ട് ഹിറ്റാവുന്നത്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷനായിട്ടാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അറിയപ്പെടുന്നത്. എന്നാൽ വേൾഡ് വൈഡ്ലി ഫാദർ ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നോർമൻ ഏണസ്റ്റ് ബൊർലാഗ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു അമേരിക്കനാണ്. ഓക്കെ, അദ്ദേഹം 1914 ജനിച്ചിട്ടുള്ളത്. 1970 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഗവൺമെൻറ്റുകൾ അവരുടെ ഹെൽപ്പ് ചോദിച്ചു. അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ട് ഈ റവല്യൂഷൻ്റെ ഭാഗമാവുന്നത്. ഓക്കെ, അദ്ദേഹം യുണൈറ്റഡ് നേഷൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനും ഇതൊക്കെ തന്നെ നമ്മൾ പറയുന്നത് ഗ്രീൻ റവല്യൂഷനെ പറ്റിയിട്ടാണ്. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവമാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നവരാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ കാലത്തിനുള്ളിൽ കൂടുതൽ
വിളവുണ്ടാക്കുന്ന HYV സീൽഡുകളും പിന്നെ അതുപോലെ ട്രാക്ടറുകൾ, ഇറിഗേഷൻ സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് അഗ്രികൾച്ചർ കൃഷിപരമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ കാലഘട്ടമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മെക്സിക്കോയിലാണ് ഇത് ആദ്യമായിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങിയത്. നമ്മളിപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷനാണ്. എന്നാൽ വേൾഡ് വൈഡിൽ ഫാദർ ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നോർമൻ ഏർനെസ്റ്റ് ബോർലാഗ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു അമേരിക്കനാണ്. 1970 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസും മറ്റൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ സഹായം ചോദിക്കുകയും അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, അതുപോലെ യുണൈറ്റഡ് നേഷൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇവിടെ അദ്ദേഹം പ്രവർത്തിച്ചു പോകുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഗ്രീൻ റവല്യൂഷനെ പറ്റിയിട്ടും ഇവരെ പറ്റിയിട്ടും എല്ലാം പറയുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി നമ്മൾ പുതിയ പരിഷ്കരണം കൊണ്ടും സാമ്പത്തിക വ്യവസ്ഥ കൊണ്ടുണ്ടായ അതിൻ്റെ ഇമ്പാക്റ്റും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പുതിയ ഇന്ത്യയിലെ സാമ്പത്തിക നയങ്ങളും മറ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് അവതരിപ്പിച്ചത് നമ്മളെ PV നരസിംഹറാവു എന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി അധികാരത്തിലുണ്ടാവുന്ന സമയത്താണ്. നമ്മുടെ കുറവിന് ഇറക്കുമതി തീരുവയും പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ബിസിനസ്സുകളൊക്കെ നമുക്ക് റിസർവ് സെക്ടറിൽ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനോ മറ്റൊക്കെ അനുമതി നൽകുകയും പിന്നെ അതുമൂലം തന്നെ നമ്മളെ ഇന്ത്യയുടെ നാണയപ്പെരുപ്പം കുറച്ചുകൊണ്ട് ഇന്ത്യയുടെ നമ്മുടെ എക്സ്പോർട്സുകൾ, അതായത് കയറ്റുമതികൾ നമ്മൾ അതിനെ ഉത്തേജിപ്പിക്കാനാണ് ഈ സമയത്ത് ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതെല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ മെയിൻ മെഷേഴ്സ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാന മെഷേഴ്സാണ് പുതിയ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ പുതിയതായിട്ട് ഉണ്ടായതാണ് നമ്മുടെ പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇന്ത്യയിലുള്ള ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കിനും അവർക്ക് എത്ര വേണം അവർക്ക് പലിശ നിരക്കുകൾ നിശ്ചയിക്കാനുള്ള അവകാശം കിട്ടി. അതുപോലെ തന്നെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രികൾക്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതിന് വർധനവ് നൽകി. അതായത് ഏകദേശം 1 കോടി രൂപ വരെ ചെറുകിട വ്യവസായികൾക്ക് നൽകുക എന്നുള്ളതായി. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്യാപിറ്റൽ ഗുഡ്സുകളൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ, ഇറക്കുമതി ചെയ്യാനും മറ്റൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചു. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രികളെ എക്സ്പാൻഷൻ, അതിൻ്റെ വ്യാപനത്തിനും മറ്റുമൊക്കെ നമ്മളെ ഉൽപ്പാദനത്തിനും വ്യാപനത്തിനും മറ്റുമൊക്കെ അനുമതികൾ ലഭിച്ചു. പിന്നെ ട്രേഡ് പ്രാക്ടീസുകളൊക്കെ അതിനൊക്കെ അബോളിഷ് ചെയ്തുകൊണ്ട്, അതിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിയമങ്ങളും മറ്റും കാര്യങ്ങളും വന്നു. പക്ഷേ മീനിങ് ആൻഡ് ടൈപ്സ് ഇൻ ഇന്ത്യ, അതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത്. ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ ലൈസൻസ് വേണമെന്നില്ല, അതോറിറ്റികളുടെ അടുത്ത് നിന്ന് രജിസ്ട്രേഷനും വേണമെന്നില്ല നിയമം എടുത്തു കളഞ്ഞു. പക്ഷേ ചിലതുകളിൽ എന്തായാലും ഇപ്പോഴും രജിസ്ട്രേഷനും ലൈസൻസും വേണ്ടതുണ്ട്. അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ലിക്വർ, സിഗരറ്റ്, അതായത് മദ്യം, പുകവലി അതുപോലുള്ള ഐറ്റംസിനൊക്കെ, ഡ്രഗുകൾ, അതിനൊക്കെ എപ്പോഴും ലൈസൻസ് വേണ്ടതാണ്. പിന്നെ പ്രൈവറ്റൈസേഷനാണ്, അതായത് സ്വകാര്യവൽക്കരണം നടത്തി. അതായത് മുഴുവനായിട്ടും ഗവൺമെൻറ് നൽകാതെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കും ഗവൺമെൻറ്റുമായി കൊളാബ് ചെയ്തുകൊണ്ട് കൂടിയാലോചിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള രീതികളും മറ്റും സംജാതമാകാണ് എൻ്റെ ഇനി പ്രൈവറ്റൈസേഷൻ്റെ സമയത്തുണ്ടായ അതിനുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് പറയുന്നത്. ഓക്കെ,
ഇതൊക്കെ നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാനുള്ളൂ, അതാ പറയാത്തത്. ഇനി അടുത്ത് നമുക്ക് പറയുന്നത് ആഗോളവൽക്കരണമാണ്, ഗ്ലോബലൈസേഷനാണ്. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെടുക്കേണ്ട സ്റ്റെപ്പുകളാണ് റിഡക്ഷൻ ഇൻ താരിഫ്, നമ്മളെ തീരുവകളിലൊക്കെ ഉള്ള കുറവുകൾ, പിന്നെ കൂടുതൽ കാലത്തേക്കുള്ള കച്ചവടത്തിനുള്ള കരാറുകളും മറ്റുമൊക്കെ. ഓക്കെ, പിന്നെ ഇന്ത്യൻ കറൻസിനുമായിട്ട് ഭാഗികമായിട്ടെങ്കിലും ഇന്ത്യൻ കറൻസിയിൽ വിനിമയങ്ങൾ നടത്തുക, അത്തരമുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്, പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഏകാധികളിൽ നിന്ന്, മോണോപ്പൊളിയിൽ നിന്നും നമ്മളെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. പിന്നെ ലൈസൻസ് രാജ്, അതായത് ലൈസൻസ് രാജിൻ്റെ അതിൻ്റെ അവസാനം. പിന്നെ അതുപോലെ പബ്ലിക് സെക്ടേഴ്സിൽ ഗവൺമെൻറ്റിൻ്റെ അസറ്റുകളെ വ്യാപനം, അതൊക്കെ പ്രൈവറ്റായിട്ടുള്ള ആളുകളെ ഇതിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇതിൽ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ വരെ നമ്മൾ പ്രൈവറ്റിലേക്ക് നൽകി. പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോമുകൾ, അതായത് ബാങ്കുകൾക്ക് എത്ര ഇൻട്രസ്റ്റ്, പിന്നെ ബാങ്കുകൾക്ക് നൽകാവുന്ന തുകയുടെ അളവുകൾ, അതെല്ലാം റിവോക്ക് ചെയ്തു. പിന്നെ FDI ആണ്, അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ നേരിട്ട് വന്നു. പിന്നെ ടാക്സുകൾ ഒന്നുകൂടി പരിഷ്കരിച്ചു. പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതിലൊക്കെ ഇറക്കുമതി കയറ്റുമതിയിലൊക്കെ ഒരുപാട് പരിഷ്കരണങ്ങൾ മറ്റും വന്നു. പിന്നെ നമ്മൾ ആഗോളവൽക്കരണം നടത്തി. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണവും മറ്റുമെല്ലാം നടത്തി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്തത്. അപ്പോൾ ഓക്കെ, ബൈ.